ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കുറച്ച് പെൽവിക്കിന് വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങൾ. ഓക്കെ, നമ്മുടെ കീഗൽ എക്സസൈസുകൾ. അതാണ് ഈ ഒരു ഭാഗമാണ് നമ്മുടെ പെൽവിക് ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള സ്ട്രെച്ചിങ്ങുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ആർക്കും വേണമെങ്കിലും വീട്ടിൽ ഇങ്ങനെ പരിശീലിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു ഭിത്തിയിൽ ഇങ്ങനെ ചാരി ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഇങ്ങനെ ഇതേ കണക്ക് വെച്ച്, കണ്ടില്ലേ, ഇതേ കണക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യണം. ഓക്കെ, ഇതേ കണക്ക് മാക്സിമം താഴെ കൊണ്ടുവന്ന് മുട്ടിക്കുക, ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും പൂർവ്വസ്ഥിതിയിൽ കൊണ്ട് ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം മാക്സിമം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യുക. ഈ വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഈ യൂറിനറി പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ മൂത്രം ഒഴിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുവാനും നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികൾക്കൊക്കെ ശക്തി ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. അതിലുപരിയായിട്ട് ഈ പുരുഷന്മാരുടെ ഈ ലൈംഗിക പ്രശ്നങ്ങൾ, ഈ ഉദാഹരണക്കുറവ് പോലുള്ള പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയെടുക്കാനൊക്കെ സഹായിക്കും. ഇങ്ങോട്ടുള്ള ത്തിൻ്റെ സപ്ലൈയൊക്കെ വളരെ വർദ്ധിക്കുന്നതായിരിക്കും. ഓക്കെ, പെൽവിക് ഭാഗത്തോട്ടുള്ള. ഇപ്പോൾ സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതേ ആകൃതിയിൽ നിങ്ങൾ കാല് കൊണ്ടുവച്ചതിന് ശേഷം നിങ്ങൾ ഫ്ലോറിൽ ഇങ്ങനെ കിടന്ന് ഇതേ കണക്ക് പതുക്കെ ഇങ്ങനെ ഒന്ന് ഇതേ കണക്ക് കാല് അകത്തി കൊടുക്കുക. നിങ്ങളുടെ ആ 2 ഉപ്പൂറ്റികളും തമ്മിൽ ഇങ്ങനെ ചേർന്നിരിക്കണം, ഒരിക്കലും അകന്നു പോകരുത്. ഓക്കെ, ഇതേ കണക്ക് സ്ട്രെച്ച് ചെയ്യുക, ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും പതുക്കെ അടുപ്പിക്കുക. കണ്ടല്ലോ, ഇതേ കണക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആർക്കും വേണമെങ്കിലും ചെയ്യാവുന്ന, ഏത് പുരുഷന്മാർക്കും വേണമെങ്കിലും വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടാണ്. ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുവഴി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത ഒരു പൊസിഷനിൽ ഈ വർക്കൗട്ട് കാണിച്ചു തരാം. നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ കിടക്കുക, കാലിലുള്ള ഉപ്പൂറ്റിയൊക്കെ ഇങ്ങനെ പാദങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചതിന് ശേഷം ഇതേ കണക്ക് സിമ്പിളായിട്ട് നൈസായിട്ട് ഇതേ കണക്കൊന്ന് സ്ട്രെച്ച് ചെയ്യുക, അടുപ്പിക്കുക, വീണ്ടും സ്ട്രെച്ച് ചെയ്യുക, ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട്. നിങ്ങൾക്ക് ഡെയിലി ഒരു 10 മിനിറ്റ് ചിലവഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്തു തീർക്കാൻ പറ്റും. നല്ല സ്ട്രെച്ചിങ്ങുകളാണ്. ഓക്കെ, പെൽവിക്ക്, കീഗൽ ഭാഗത്തോട്ടൊക്കെ ഉള്ള സൂപ്പറായിട്ടുള്ള വർക്കൗട്ടുകളാണ്. അപ്പം നമുക്ക് മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതേ ഒരു പൊസിഷനിൽ കിടന്നിട്ട് 2 കൈകൾ കൊണ്ട് നിങ്ങളുടെ കാലിൻ്റെ പാദങ്ങളെ പിടിക്കുക, ഇതേ കണക്ക്. അതിനുശേഷം ഇതേ കണക്ക് പതുക്കെ ഇതേ കണക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഈ ഒരു സ്ട്രെച്ചിങ് പൊസിഷനിൽ നിങ്ങൾ ഒരു 10 സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരു 10 സെക്കൻഡ് നിങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. വളരെ നല്ല ഒരു സ്ട്രെച്ചിങ് ആണ്. 10 സെക്കൻഡ് നിങ്ങൾ മാക്സിമം ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീണ്ടും നിങ്ങൾക്ക് പൂർവ്വസ്ഥിതിയിലോട്ട് വരാം. ഓക്കെ, അതിനുശേഷം വീണ്ടും നിങ്ങൾ ആവർത്തിക്കുക. അതേ കണക്ക് തന്നെ കാലിൻ്റെ പാദങ്ങളിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം വളരെ സാവധാനത്തിൽ ഇതേ കണക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഈ ഒരു പൊസിഷനിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പെൽവിക് ഭാഗത്തോട്ടുള്ള ആ ഒരു ബ്ലഡ് സപ്ലൈ ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇതൊരു 2 ആഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ, തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രയോജനങ്ങൾ മനസ്സിലായി തുടങ്ങും. ഓക്കെ, അത്രയ്ക്കും നല്ല എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ്. നമുക്ക് ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള സ്ട്രെച്ചിങ് വ്യായാമങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം ഉള്ള ഒരു പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ 5 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഓക്കെ, 10 സെക്കൻഡ് നിങ്ങൾ മാക്സിമം ഹോൾഡ് ചെയ്യണം. ഇതേ കണക്ക് നിങ്ങൾ 5 പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്ട്രെച്ചിങ് എക്സസൈസ്, പെൽവിക്കിന് വേണ്ടിയിട്ടുള്ള. ഓക്കെ, വളരെ നല്ല വ്യായാമമാണ്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത് നമുക്കിട്ട് 4ാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. ഈ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോവർ ബാക്കിൽ, നമ്മുടെ അരക്കെട്ട് ഭാഗത്തോട്ടൊക്കെ ഉള്ള, ഹിപ്പ് ഭാഗത്തൊക്കെ ഉള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ്. കോബ്ര സ്ട്രെച്ചിങ് എന്ന് പറയുന്ന ഒരു സ്ട്രെച്ചിങ് പൊസിഷൻ. ഇതേ കണക്ക് കിടക്കുക. അതിനുശേഷം വളരെ സാവധാനത്തിൽ ഇതേ കണക്ക് സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം ഒരു 5 സെക്കൻഡെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം പതുക്കെ വീണ്ടും പൂർവ്വസ്ഥിതിയിലോട്ട് വരിക. നിങ്ങളുടെ ലോവർ ബാക്കിനൊക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്ന വർക്കൗട്ടാണ്. അതിലുപരിയായിട്ട് നിങ്ങളുടെ പെൽവിക് ഭാഗത്തോട്ട് ഒക്കെ, നിങ്ങളുടെ നട്ടലിലോട്ടൊക്കെ നല്ലോണം രക്തം സപ്ലൈ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു 10 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
സിമ്പിൾ എക്സസൈസുകളാണ്, ഒരുപാട് കഠിനമായിട്ടുള്ള വ്യായാമങ്ങളൊന്നും തന്നെ ഇല്ല. ആർക്ക് വേണമെങ്കിലും വീട്ടിൽ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാവുന്ന വളരെയേറെ ബെനിഫിറ്റായിട്ടുള്ള വർക്കൗട്ടാണ്. നമ്മുടെ വീട്ടിലെ പൂച്ചക്കുഞ്ഞ് ഞാനിത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പതുക്കെ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വന്ന് നോക്കുവാണ് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്. വീണ്ടും വീണ്ടും ആവർത്തിക്കുക. 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ യോഗയിലെ സ്ഥിരം സ്ട്രെച്ചിങ് വ്യായാമ മുറകളാണ്. ഓക്കെ, അപ്പം അടുത്ത വർക്കൗട്ടിലോട്ട് നമുക്ക് പോകാം. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതെനിക്ക് ഭിത്തിയിൽ ചാരിയിരുന്ന് ഇതേ ഒരു പൊസിഷനിൽ ഇരിക്കുക. ഓക്കെ, നിങ്ങൾ 2 കാലുകളും ഈ ഒരു പൊസിഷനിൽ വരണം. അതിനുശേഷം നിങ്ങളുടെ കൈകൾ കൊണ്ട് പതുക്കെ നിങ്ങളുടെ കാലുകളെ താപ്പോട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇതേ കണക്ക് ഒന്ന് ഹോൾഡ് ചെയ്യുക, ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക, വീണ്ടും ഇതേ കണക്ക് സ്ട്രെച്ച് ചെയ്യുക. കൈകൊണ്ട് മാക്സിമം നിങ്ങൾ നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കുക കാലിനെ. അപ്പോൾ തന്നെ നല്ല ഒരു സ്ട്രെച്ചിങ് ആവും കാല്. ഓക്കെ, നിങ്ങളുടെ ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഒരു പെൽവിക്ക് നിങ്ങളുടെ ഭാഗത്തോട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു വേദനയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. കാരണം ആ ഭാഗത്തെ മസിൽസുകളൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നതിൻ്റെ ഒരു സൂചനയാണത്. അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് ഒരു 10 പ്രാവശ്യം ആവർത്തിക്കാം. അപ്പം ഈ ഒരു 5 വ്യായാമങ്ങളാണ് നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ബിഗിനേഴ്സായിട്ടുള്ള തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാം, ഏത് ഏജിലുള്ളവർക്കും ചെയ്യാം, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത വർക്കൗട്ടുകളാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.